ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റ്സ് ആണ് കേട്ടോ. അത് അറബ് നാട്ടിലെയാണ് സംഭവം. എന്താ പറയുക, ഇതിൻ്റെ പേര് ഗേമാത്ത് എന്നാണ്. നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയാണ് വേണ്ടത് കേട്ടോ. ഒരു 2-3 ഗ്ലാസ് അളവ്, ഇതുപോലത്തെ ചായ ഗ്ലാസ് അളവ് നമുക്കൊരു 3 ഗ്ലാസ്സിന് പൊടിയെടുക്കാം. ഇതിന് ഉപ്പൊന്നും ചേർക്കുന്നതല്ല കേട്ടോ. അപ്പം നമുക്കിതിൽ ഒരു 2 സ്പൂൺ പുളിക്കാൻ വേണ്ടിയിട്ടേ ഒരു 2 സ്പൂണ്, ചെറിയ സ്പൂണാട്ടോ, അതുകൊണ്ടാണ് കൂടുതലിടുന്നത്. പിന്നെ ഇനി ഇത് നമ്മൾ ഒരു സ്പൂണ് ഈസ്റ്റും 1 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ പുളിപ്പിച്ചെടുത്ത ഈസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ഞാൻ ഈ കളറിന് വേണ്ടിയിട്ട് ചേർത്തേക്കുന്നത് എന്താണെന്നറിയോ, കുങ്കുമപ്പൂ ശകലം ചെറിയ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കലക്കിയത്. അപ്പോൾ അതിൻ്റെ വെള്ളം കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മളിത് കുങ്കുമപ്പൂവും കൂടി ഇട്ട് നന്നായിട്ട് കലക്കണം. ഇനി അതില്ലാത്തവർക്ക് കളർ പൊടിയോ മഞ്ഞപ്പൊടിയോ എന്തെങ്കിലും ചേർത്തേച്ചാൽ മതി. പിന്നെ ഒരു വലിയുന്ന പരുവം പോലെ ആക്കിയെടുക്കണം. എന്നിട്ട് അത് നമ്മളൊരു 3-4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അപ്പോൾ നമ്മൾ രാവിലെ റെഡിയാക്കി വെച്ച മാവ് നല്ല പുളിച്ച് പൊങ്ങി നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. ഇത് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പം പൊളിച്ച് വരാനൊക്കെ താമസം. പിന്നെ ഞാൻ പുളിക്കാത്ത അതുകൊണ്ട് ഈ ചെരുവത്തിനകത്ത് വെള്ളം തിളപ്പിച്ചു, ഒരടപ്പ് അതിന് മുകളിൽ വെച്ചു. ഇതിൻ്റെ മുകളിൽ ഇത് വെച്ചാണ് പുളിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്കത് ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കതിൻ്റെ ബാക്കി ചെയ്യാം. ഇതിങ്ങനെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ഇച്ചിരിച്ച് വെള്ളം തൊട്ട് ഉരുളകളാക്കി വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം ആക്കി വെക്കാം. ഇതിങ്ങനെ നല്ലൊരു കളറിലായിരിക്കും. ഇച്ചിരി മൂത്ത് വരുമ്പോൾ വേറെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരും കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ചെറിയ ഒരു ഹാഫ് തീയിലേ ഇട്ട് ഇത് ഇളക്കിയെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും, ഉള്ളുകൊണ്ടൊരു വേവ് കുറയുകയും ചെയ്യും. എന്നിട്ടിത് ഇങ്ങനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എല്ലാ സ്ഥലവും ഒരുപോലെ ആയി വരാം. ഇതിങ്ങനെ ഉരുണ്ട് കിടക്കുന്നുണ്ട്. ഒരു പക്ഷേ എല്ലാ സ്ഥലങ്ങളും ആയി വരണമെന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ മൂത്ത് വരുള്ളൂ. അപ്പോൾ അതിന് നമുക്കിങ്ങനെ ഇളക്കി ഒരു നല്ലൊരു നിറമായി വരുമ്പോഴത്തേക്കും, ഗോൾഡൻ കളർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കോരിയെടുക്കാം. നല്ലൊരു കളറായിട്ടുണ്ട്, നമുക്കിത് കോരിയെടുക്കാം. ചൂടോടെ തന്നെ ഡേറ്റ്സിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം.
ഡേറ്റ്സിൻ്റെ സിറപ്പാട്ടോ. ഇതൊഴിച്ച് നന്നായിട്ട് ഇളക്കാം. എല്ലാ ഭാഗത്തും ചൂടോടെ തന്നെ പറ്റുന്ന പോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. അടുത്ത് നല്ല പറ്റും. കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് പഞ്ചസാരപ്പാനി ഉണ്ടാക്കിയിട്ട് അതിനകത്തിട്ട് കോരിയെടുക്കും. അപ്പോൾ അത് മുഴുവനായിട്ട് ഉള്ളിലേക്കെല്ലാം പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് മധുരം ഉണ്ടാവും. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഈ പുറമേ ഉള്ള ഒരു ഇതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു നമുക്ക് പുറമേ ഒരു മധുരം കിട്ടും, അകത്തോട്ട് വലുതായിട്ട് മധുരം ഉണ്ടാവത്തില്ല. ഇത് കഴിക്കാൻ നല്ല രസമാണ്. നമുക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇച്ചിരി വെളുത്ത എള്ളിട്ട് കൊടുക്കാം. അടിപൊളിയാണ് കഴിക്കാൻ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. നല്ല രസമാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.